മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു തമാശയല്ല. അപ്പോൾ മെൻറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവരവരുടെ ലൈഫിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് നമ്മളെ കടമയാണ്. സോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പലരും മെൻറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഒന്ന്, ഫാമിലിയെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയും. അതുപോലെ തന്നെ പാസീവ് ഇൻകം ഉണ്ടാക്കണം, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ പല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഇനി ഇതിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫാമിലിയുടെ ഇതാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ട്, മക്കൾ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഫാദർ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മദർ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ബ്രദറും എൻ്റെ കൂടെ തന്നെയാണുള്ളത്. സോ ഇവരെല്ലാവരും നമ്മളൊരു 2 ബെഡ്റൂമിലാണ് താമസിക്കുന്നത്. പക്ഷേ എഗെയിൻ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും ഹാപ്പിയാണ്. ഇനി അതേ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ബിസിനസ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ end-to-end സർവീസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി പാസീവ് ഇൻകം ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പല കാര്യങ്ങളും സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല രീതിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, സ്റ്റോക്ക്, ക്രിപ്റ്റോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ എന്ത് ചെയ്യാം, അതിനകത്ത് പോയി ട്രൈ ചെയ്ത് ചെയ്യും. പക്ഷേ റിയൽ എസ്റ്റേറ്റ് എനിക്ക് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിലെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരാൾ റെൻ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് റെൻ്റൽ റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ ആ ഏരിയ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അതിനകത്ത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടും. സോ ഇതെല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ കണക്കാണ് ഞാൻ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 2, 3, 4, 5 കാർ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അങ്ങനെയാണ് എൻ്റെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നിങ്ങളടുത്തും പറഞ്ഞു തരുന്നത്. ഇത് എൻ്റെ ലൈഫിൽ സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തും പറഞ്ഞു തന്ന് അതേപോലെ നിങ്ങളെ സക്സസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ.